കൊല്ലം കടപ്പാക്കടയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ പ്രതി തേജസിന്റെ സുഹൃത്തിനും പങ്കുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. ഫെബിന്റെ സഹോദരി വീട്ടിലുണ്ടോ എന്ന് ആരാഞ്ഞ് സന്ദേശം അയച്ചു. സുഹൃത്തിന്റെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. പ്രതി തേജസ് കൊല നടത്തിയത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷമെന്ന് പോലീസ്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, വിവരങ്ങൾ. മുമ്പാണ് ഈ തേജസിന്റെ സുഹൃത്ത് ഇത്തരത്തിലൊരു സന്ദേശം ഈ സഹോദരി ഫെബിന്റെ സഹോദരിക്കായി അയക്കുന്നത്. ഈ അവധിക്ക് നാട്ടിലെത്തുന്നത് എപ്പോഴാണ് വീട്ടിലുണ്ടാവുക തുടങ്ങിയവയാണ് ഈ ചാറ്റിലുള്ളത്. ഇത് സംബന്ധിച്ചുള്ള മൊഴി ഫെബിന്റെ സഹോദരി കഴിഞ്ഞ ദിവസം പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾ നീണ്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൃത്യം ഈ തേജസ് നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഒരു ആസൂത്രണം ഇതിൽ നടത്തിയിട്ടുണ്ട്. അതായത് നീണ്ടകര മുതൽ ശക്തികുളങ്ങര വരെയുള്ള ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു. പെട്രോൾ കരുതിയത്, അതുപോലെ തന്നെ ഈ വീട്ടിൽ ഈ ഫെബിന്റെ സഹോദരി ഉണ്ടെങ്കിൽ കയ്യിൽ കരുതിയിരുന്ന പെട്രോളും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അതിനുശേഷം വീട്ടുകാരെ അപായപ്പെടുത്താനും ഇയാൾ ശ്രമിച്ചു എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഇതിനായിട്ടാണ് 2 കുപ്പിയിൽ ഇയാൾ പെട്രോൾ വാങ്ങിയത്. ഇതിന് പെട്രോൾ എവിടെ നിന്ന് വാങ്ങി തുടങ്ങിയ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഉച്ചയോടുകൂടി ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതിനുശേഷമാണ് ഈ ഒരു തയ്യാറെടുപ്പ് നടത്തുകയും പർദ്ദ പോലുള്ള ഒരു വസ്ത്രം ഇയാൾ ധരിക്കുകയും ചെയ്തത്. ഇതിനുശേഷമാണ് വീട്ടിൽ ചെല്ലുകയും കോളിംഗ് ബെല്ല് അടിച്ച് അകത്തേക്ക് കയറിയ ശേഷം ഫെബിന്റെ സഹോദരിയെ തിരക്കുന്നു. വീട്ടുകാർ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഇയാൾ ഈ ഒരു കൃത്യം നടത്തുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതായത് ഫെബിന്റെ സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ അവരെ വകവരുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാമെന്നൊരു തീരുമാനം ഇയാൾ ഉറപ്പിച്ചിരുന്നു. അതിനായിട്ടാണ് ഈ റെയിൽവേ ട്രാക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തത്. ആളൊഴിഞ്ഞൊരു മേഖലയിലുള്ള റെയിൽവേ ട്രാക്കിലേക്കാണ് ഇയാൾ പോയത്. ആ വഴിയൊക്കെ തന്നെ ഇയാളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾ അത് മുമ്പേ നിരീക്ഷിച്ചു വെച്ച ശേഷമാണ് ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് പോയി ആത്മഹത്യ ചെയ്തതുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ തേജസിന്റെ സുഹൃത്തിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഫെബിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് കൊല്ലത്ത് നടക്കും. അഖില, കൊല്ലം കടപ്പാക്കടയിലെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തേജസിന്റെ സുഹൃത്തിലേക്കും അന്വേഷണം നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.